20 പേര് വന്നായിരുന്നു. പക്ഷെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു പേഴ്സൺ ആരായിരിക്കും? A lot of people striked. I think Pooja and Mindil actually ഉണ്ട്. ഫസ്റ്റിലെ ടാസ്ക് മുതൽ അല്ലേ? ആ ടാസ്ക് മുതൽ I guess. Yes. ഓക്കെ, രഞ്ജിനി ചേച്ചി. ഇവർക്കൊക്കെ തീവ്രമായ ആഗ്രഹമുണ്ട് ബിഗ് ബോസിന്റെ ആ ഒരു വീട്ടിലേക്ക് കയറണമെന്ന്. അത് പക്ഷെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് അവർക്ക് കുറച്ച് ടെൻഷനും, ഇവിടെ എങ്ങനെയാണ് പോകുന്നത്, പിന്നെ ഒരു മത്സരമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലേക്ക് ഈ ഓഡിഷൻ പ്രോസസ്സ് കഴിഞ്ഞു. പക്ഷേ ഈ 40 പേര് അല്ലെങ്കിൽ 20 പേരെയും നമ്മൾ ഇനിയും റിഫൈൻ ചെയ്യുകയാണ്. ഒരാളിനെ ഓവർനൈറ്റ് സെലിബ്രിറ്റി ആക്കാനുള്ള ഒരു വലിയൊരു പ്ലാറ്റ്ഫോമാണ്. സെലിബ്രിറ്റി മാത്രമല്ല, നമ്മൾ ആരാണോ അത് മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സോ ഐ ഹോപ്പ് ദേ യൂസ് ഇറ്റ് വെൽ. ഉറപ്പായിട്ടും രഞ്ജിനി ചേച്ചിയെ പോലെ ഒരു ഫിയർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഇന്നലെ കണ്ടായിരുന്നോ? സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ പങ്കെടുക്കണമെങ്കിൽ എല്ലാവരും കുറച്ചൊക്കെ ഫിയർലെസ് ആയിരിക്കണം. ഐ വുഡ് ഓൾസോ ഹാവ് ടു പ്രോബബ്ലി സേ പൂജ. ഒരു ഷോന് വരുന്ന ആദ്യത്തെ ദിവസം നമ്മൾ പൊതുവെ എല്ലാവരും കുറച്ച് അൺകംഫർട്ടബിൾ ആയിരിക്കും, നെർവസ് ആയിരിക്കും. അപ്പം നമ്മളൊന്ന് ബിഹേവ് ചെയ്യാൻ നോക്കും. പൂജ പക്ഷേ അവളുടെ ആദ്യമൊക്കെ ഒന്ന് മിണ്ടാതെ നിന്നു. പക്ഷെ ആ കീ വേറൊരു കുട്ടി എടുത്തിട്ട് അത് തിരിച്ചു കൊടുക്കാത്തൊരു സമയം അവൾ മനസ്സിലാക്കി, ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഇത് പോകും. അതിലൊരു ധൈര്യം വേണം, അതിലൊരു ഫിയർലെസ്നെസ് വേണം. ഐ തിങ്ക് വി ഷുഡ് അപ്ലോഡ് ഹർ. അഖിലേട്ടാ, ഇനിയിപ്പോ ഇന്ന് അടുത്ത 20 പേര് വരെയാണ്. എന്തൊക്കെയാണ് അഖിലേട്ടന്റെ എക്സ്പെക്ടേഷൻ? എങ്ങനെയായിരിക്കും കുട്ടികൾ? ഇന്നലത്തെ ഒരു 20 പേരിൽ നിന്ന് മാത്രം ഒരു തീരുമാനത്തിലേക്ക് എത്തുക എന്നുള്ളതല്ല. എനിക്ക് ഇനിയും ഒരു 20 പേരെ കാണാൻ കിടക്കുന്നു. ആ 20-ൽ ആരാണ് മികച്ചവർ? ഇപ്പം പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം നമുക്ക് ഉസൈൻ ബോൾട്ടിനെ അറിയാം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അദ്ദേഹം ഒളിമ്പിക്സിലും ഗോൾഡ് മെഡൽ നേടിയ ആളാണ്. രണ്ടാമത് വന്ന ആളെ നമുക്ക് പലപ്പോഴും ഓർമ്മയുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് പറയണ, ഒന്നാമതെത്തിയ ആളെ ജനം ഓർക്കുമ്പോൾ രണ്ടാമതെത്തിയ ആളെ മറക്കുന്നത്. ഇവർ തമ്മിലുള്ള വ്യത്യാസം വളരെ മൈന്യൂട്ടായി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ആ ചെറിയ വ്യത്യാസത്തെ ഓവർകം ചെയ്താൽ മതി എന്നാണ് ഞാൻ പറയാൻ വന്നത്. പക്ഷെ നമ്മളെ വോട്ട് കുറച്ച് കൂടുതൽ എനിക്കുണ്ടായിരുന്നു. നിങ്ങൾ വെറുതെ അല്ല മനുഷ്യ, അവർ രണ്ടുപേരും കൂടെ ഒറ്റയ്ക്കിടുന്ന. ഇവിടെ കൂടിക്കോ, ഇവിടെ ഒറ്റ സിംഗം സിംഗിളാതാ നിൽക്കും, ഒറ്റയ്ക്ക് നിൽക്കും. ഒരുപാട് ഹൈപ്പ് തരുന്നില്ല ഞാൻ. ശരി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇത്രയും എക്സൈറ്റ്മെന്റിൽ നിൽക്കല്ലേ, ഇന്നലെ ആ ഒരു ടാസ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റിയില്ല, അപ്പൊ വിഷമം ഉണ്ടായിരുന്നോ? ഇന്നലത്തെ കളിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആക്ച്വലി ഇവിടെ ജസ്റ്റിസ് സർവ് ചെയ്തിട്ടില്ല. അതായത് നമ്മൾ പൂജനെ സത്യം പറഞ്ഞാൽ ഒരു ഗെയിമിന്റെ ആ ഗെയിം ബോർഡ് വായിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം, ലോക്ക് ഓപ്പൺ ചെയ്തവർക്ക് മാത്രമേ ആ റൗണ്ടിലേക്ക് പോകാൻ പറ്റുള്ളൂ. പൂജ കരഞ്ഞത് കാരണം മാത്രം അവിടെ ഒരു ഇമോഷണൽ സീൻ ഉണ്ടാക്കി. എന്റെ പേര് പൂജ. രണ്ടും പൂജ. ഒരു മിനിറ്റ് സംസാരിക്കട്ടെ. നിങ്ങളുടെ അടുത്ത് ചോദിച്ചിരുന്നോ പൂജയെ കയറ്റിവിട്ടാൽ കുഴപ്പമുണ്ടോ ഇല്ലയോ എന്ന്? ചോദിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഓക്കെ എന്ന് പറഞ്ഞത് കൊണ്ടാണോ കയറ്റിവിട്ടത്? പൂജയ്ക്ക് ക്ലൂ കിട്ടിയായിരുന്നോ? രമേശ പറയട്ടെ. ഒരു മിനിറ്റ് പറയട്ടെ. നമ്മളിത് ബിഗ് ബോസിലോട്ട് കേറിയിട്ടില്ല. നമ്മൾ നോക്കിക്കോളാം, ഡോണ്ട് വറി. നമുക്ക് പൂജയ്ക്ക് 2 ക്ലൂസ് ഉണ്ടായിരുന്നു, കീ മാത്രമാണ് പോയത്. ബാക്കിയുള്ള ഇവരുടെ കയ്യിൽ ആർക്കൊക്കെ ക്ലൂ ഉണ്ടായിരുന്നു? ക്ലൂ ഉണ്ടായിരുന്നു. പക്ഷേ കീ അതിൻ്റെ ഉള്ളിൽ കേട്ടതിന് മുമ്പ് ഒരു മഹത് വ്യക്തി വന്ന ലോക്ക് ജാമാക്കി. ഏതാണ് ആ മഹത് വ്യക്തി? നിന്റെ പേരെന്താ? പ്രശ്നമൊക്കെ ഉണ്ടാക്കിയത് ആ ലോക്ക് എന്റെയാണോന്ന് എനിക്ക് സംശയമില്ല. ഞാൻ കീ ജാം ഇവനല്ലേ അവിടെ അനങ്ങാതെ നിന്ന് ചെയ്തോണ്ടിരുന്നവൻ? നീയല്ലേ? എനിക്ക് ഓർമ്മയുണ്ട്. ചിലവർക്ക് റെഡിയായി, ചിലവർക്ക് എനിക്ക് റെഡിയായില്ല. അപ്പൊ ഞാൻ ആ അവസരം പോയി, കീഴ അവസരം പോയി. എന്തായാലും ഇപ്പുറത്തെ സൈഡിൽ വന്നിട്ട് ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഒരു കാര്യം നിങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, നിങ്ങളാണ് കൂട്ടത്തിൽ ഏറ്റവും അലമ്പ്. Accepted. Okay, done. We are done. No more talking. No more. When we say no more talking, you stop talking. Do you understand? അല്ലെങ്കിൽ we leave you all now. ഇവിടെ കളിച്ച് ജയിച്ചാൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി ഫെയർ ആണോ അൺഫെയർ ആണോ നമുക്ക് പബ്ലിക് തീരുമാനിച്ചോളൂ. ഇനി കളിച്ച് കയറാം. റെഡിയാണോ? ലെറ്റ്സ് ഡു ഇറ്റ്.